ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പം എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് സുനിൽ കുമാർ വി കെ വള്ളിക്കെട്ടിൽ, ഞങ്ങൾ കൂട്ടുകാരെല്ലാം കരുണാകര എന്ന സ്നേഹത്തോടെ വിളിച്ചിരിക്കുന്ന ഞങ്ങൾ രണ്ടും എല്ലാ ദിവസവും വൈകുന്നേരം പ്രീ ഡിഗ്രി ക്ലാസ്സും കഴിഞ്ഞ് തിരികെ വരുമ്പം ഒരു ചായക്കടയിൽ ഒന്നിച്ച് കയറും. ഞങ്ങൾ ഒന്നിച്ച് ചായ കഴിക്കും. അവൻ കാപ്പിയാണ് അവനിഷ്ടം, ഞാൻ ചായയും. അങ്ങനെ അവൻ എപ്പോഴും ചായ ഈ മട്ട് വരെ അടി വരെ കുടിക്കും. അപ്പോൾ ഞാൻ അവന് ഉപദേശിച്ചു, എടാ കരുണാകര, നീ ഒരു കാര്യം ചെയ്യേ, ഈ മട്ട് വരെ കുടിക്കരുത്. അപ്പോൾ അവൻ ചോദിച്ചാൽ എന്താ മട്ട് വരെ കുടിച്ചാൽ കുഴപ്പം? കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല, നമ്മുടെ ഒരു അന്തസ്സ് ആൾക്കാർ കാണുന്നത് നമ്മളൊരു അല്പം ബാക്കി വെക്കണം, ഒരിത്തിരി ആ ചായ ഗ്ലാസിൻ്റെ അടിയിൽ ബാക്കി വെക്കുന്ന നമ്മുടെ അന്തസ്സ് ഉള്ള ആൾക്കാരാണെന്ന് കാണുന്നവർക്ക് തോന്നും. ആയിക്കോട്ടെടാ. അങ്ങനെ പിറ്റേ ദിവസം ഞങ്ങൾ ചായ കുടിക്കാൻ ചെന്നു. അപ്പോൾ ആ ചായ കിട്ടിയപ്പോൾ ആ ചായക്കാരൻ അവന് കാപ്പിയും എനിക്ക് ചായയും കൊണ്ട് വെച്ചു. അവൻ ആ കാപ്പി പകുതി കുടിച്ചിട്ട് പകുതി അവിടെ മിച്ചം വെച്ചു. അപ്പം ഞാൻ അവനോട് ചോദിച്ചു, എന്താടാ ഈ പകുതി മിച്ചം വെച്ചത്? നീയല്ലേ പറയുന്നത് മിച്ചം വെക്കുന്നതനുസരിച്ചാണ് നമ്മുടെ അന്തസ്സ് കൂടുന്നത്, അങ്ങനെയെങ്കിൽ എനിക്ക് കുറച്ച് കൂടുതൽ അന്തസ്സ് ഉണ്ടാവട്ടെ, ഇപ്പം എൻ്റെ അന്തസ്സ് നന്നായി ഉയർന്നില്ലേ എന്നവനെ എന്നോട് ചോദിച്ചു. സത്യത്തിൽ പ്രിയപ്പെട്ടവരെ, അതെന്നെ കളിയാക്കിയതായിട്ടാണ് അന്നേരം എനിക്ക് തോന്നിയതെങ്കിലും പിന്നീട് ഞാൻ എപ്പോഴും ജീവിതത്തെക്കുറിച്ച് ഏറെ വായിക്കുകയും പഠിക്കുകയും ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. നാം എന്താണ് മറ്റുള്ളവരുടെ ഉള്ളിൽ അവശേഷിപ്പിക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നു. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഞാൻ എന്താണ് അവശേഷിപ്പിക്കുന്നത്? ആ ചോദ്യം ഞാൻ എന്നോട് തന്നെ ചോദിക്കണം. എൻ്റെ ജീവിത പങ്കാളിയോട്, എൻ്റെ മക്കളോട്, എൻ്റെ അച്ഛനമ്മമാരോട്, എൻ്റെ സഹോദരങ്ങളോട്, എൻ്റെ ചങ്ങാതിമാരോട്, എൻ്റെ നാട്ടുകാരോട്, അവരുടെ എല്ലാ ഉള്ളിൽ എന്ത് തരത്തിലുള്ള ഓർമ്മകളാണ് ഞാൻ അവശേഷിപ്പിക്കുന്നത് എന്ന ചോദ്യം ഞാൻ എന്നോട് തന്നെ ചോദിക്കണം. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നത്. അവസാനമായി, എത്ര കാലം നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ അവസരം കിട്ടും, സമയം കിട്ടുമെന്നറിയില്ല. പക്ഷേ നമ്മളുമായി ബന്ധപ്പെട്ട ആൾക്കാരുടെ ഉള്ളിൽ എന്ത് തരത്തിലുള്ള ചിന്തകളാണ്, എന്ത് തരത്തിലുള്ള ഓർമ്മകളാണ് നാം അവശേഷിപ്പിക്കുന്നത് എന്നത് പ്രധാനമാണ്. മക്കൾക്ക് നല്ല കാര്യങ്ങൾ നാം പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ കാര്യം കൂടി ഓർപ്പിക്കണം. മക്കളെ, ഭൗതികമായ നേട്ടങ്ങൾക്കൊപ്പം നാം ഇടപെടേണ്ടി വരുന്ന മനുഷ്യരുടെ ഉള്ളിൽ നമ്മെക്കുറിച്ച് നല്ല ഓർമ്മകൾ അവശേഷിപ്പിക്കാൻ കഴിയുന്നതാകണം നമ്മുടെ ജീവിതമെന്ന്. പ്രിയപ്പെട്ടവരെ, ഹാർമണി പേരൻറ്റിങ്, മക്കളെ എങ്ങനെ അല്പം കൂടി മിടുക്കരും നല്ലവരാക്കി വളർത്തണമെന്ന് അറിയാൻ ആഗ്രഹമുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഞാനുമായി ഒരു 1-to-1 കൺസൾട്ടേഷന് ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക, നമുക്ക് സംസാരിക്കാം.